പാർലമെന്ററി ജനാധിപത്യത്തിൽ ജനം തിരഞ്ഞെടുക്കാതെ തിരസ്കരിച്ച് പുറത്തു നിർത്തുന്നവർ, അധികാരത്തിൽ പുറത്തു നിർത്തുന്നവർക്ക് തിരിച്ചധികാരത്തിലേക്ക് വരാനുള്ള ആഗ്രഹം സ്വാഭാവികമാണ്. അതിനുവേണ്ടി രാഷ്ട്രീയമായി നമ്മുടെ ജനാധിപത്യ ക്രമം അനുവദിക്കുന്ന ഏത് രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അനുവദനീയവുമാണ്, നിയമവിധേയമായ ഏത് തരത്തിലുള്ള ശ്രമങ്ങളും. പക്ഷേ അതിനും അപ്പുറത്ത് എതിർ രാഷ്ട്രീയ നേതാക്കളെ, എതിർ കക്ഷിയുടെ നേതാക്കളെ, എതിർ കക്ഷികളെ ഒക്കെ വളരെ മോശമായി ജനമധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇമേജുകൾ സൃഷ്ടിക്കുക എന്നത് പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചില ആളുകൾ കൂടി, ചില പാർട്ടികൾ കൂടി ഏറ്റെടുക്കുന്നു. അതാണ്. മുമ്പ് സംഘപരിവാറും ഈ ഹിറ്റ്ലറുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ഗീബൽസിനെ കുറിച്ച് ലോകം മുഴുവൻ അറിയാം. ഒരു നുണ 100 വട്ടം പറഞ്ഞാൽ സത്യമായി മാറും എന്ന സിദ്ധാന്തം തന്നെ ലോകത്തിന് സമ്മാനിച്ച അങ്ങനെ ഒരു ആളുടെ പിന്തുടർച്ചക്കാരായ രാഷ്ട്രീയ നിലപാട് പ്രതിനിധാനം ചെയ്യുന്നവർ രാജ്യത്തുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്, ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തോളം ലെഗസിയുണ്ട്. ആ പാർട്ടിയുടെ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കളെ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരെ ഉന്നം വെച്ചുകൊണ്ട് നുണ, പച്ചക്കള്ളങ്ങൾ, അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്താണോ അതിന് നേരെ വിപരീതമായത് പ്രചരിപ്പിക്കുന്നത് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ്? അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി 10 വർഷമായി കേരളത്തിൽ അധികാരത്തിൽ പുറത്ത് ജനം നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി എന്തും ചെയ്യാമെന്നാണോ? അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിഷയത്തിൽ അവരുടെ സൈബർ ഇടങ്ങൾ പ്രചരിപ്പിക്കുന്നതും അവർ നേതാക്കന്മാർ പറയാൻ ശ്രമിക്കുന്നതുമായ മുഖ്യമന്ത്രിയുമായി ചേർത്തുള്ള പച്ചക്കള്ളം. ഈ ഫ്ലോറിൽ തന്നെ അത് വന്നു കഴിഞ്ഞു. പക്ഷെ ആലോചിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള നുണകൾ യാദൃച്ഛികമായി അല്ലെങ്കിൽ ആദ്യമായി കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്ന്, കോൺഗ്രസ് നേതാക്കളുടെ നാവിൽ നിന്ന് വരുന്നതാണോ? തുടർന്ന് അത് അവർ ഒരു രീതിയാക്കി, കൂടുതൽ ആധികാരികമായ രീതിയാക്കി മാറ്റുന്നതിൻ്റെ തുടക്കമല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 10 വർഷം അധികാരത്തിന് പുറത്തു വന്ന കോൺഗ്രസും ആ പാർട്ടി നയിക്കുന്ന UDF-ഉം, കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ സൈബർ ഇടങ്ങളും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നുണകളെ സത്യങ്ങളാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് ഇനിയും ഏറെക്കാലം അല്ലെങ്കിൽ എക്കാലവും പുറത്തു തന്നെ നിൽക്കേണ്ടി വരും. ജനം ഇതെല്ലാം കാണുന്നുണ്ട്, ജനമാണ് തീരുമാനിക്കുന്നത്. അത് പറയാതെ വയ്യ. കാരണം ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം സാമാന്യഗതിയിൽ മനസ്സിലാക്കിയാൽ, ആഴത്തിലൊന്നും പോകണ്ട, സാമാന്യഗതിയിൽ മനസ്സിലാക്കിയാൽ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന പ്രാഥമികമായ ഒരു കാര്യമുണ്ട്. അത് വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കുകയും പറയുകയും മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്ന, ഓരോ ഉച്ഛ്വാസത്തിലും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമുള്ള നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് ആരുടെയെങ്കിലും ന്യായീകരണമോ സ്തുതിപാഠനമോ അല്ല, അതൊരു വസ്തുതയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ LDF സർക്കാരും അദ്ദേഹം PB അംഗമായിട്ടുള്ള MA ബേബി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CPM-ഉം ഒക്കെ അതിൻ്റെ എല്ലാ സംസ്ഥാന ഘടകങ്ങളും ഓരോ കേഡറും അടി മുതൽ മുടി വരെ പ്രധാനം ചെയ്യുന്നത് വർഗീയ ഫാസിസത്തിനെതിരായ ഏറ്റവും സത്യസന്ധമായ നിലപാടാണ്. അത് വർഗീയതയ്ക്കെതിരെ കൃത്യമായ ബോധ്യമുള്ള ആർക്കും മനസ്സിലാവും, പ്രകടമാണ്, വിസിബിളാണ്. എന്നിട്ടാണ് പിണറായി വിജയനെ സംഘപരിവാർ അനുകൂലിയാക്കി, അതായത് സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ സ്വീകരിക്കുന്ന നേതാവാക്കി, അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം. അത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്തും അതിന് തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 2024 ലോക്സഭാ ഇലക്ഷനിൽ അതിൻ്റെ പീക്കിലെത്തിക്കാൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന കനഗോലു സംഘം, കനഗോലു ആണല്ലോ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സൈദ്ധാന്തിക നേതാവ്. ഗാന്ധിസമല്ല, കനഗോലുസമാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഹൈക്കമാൻഡിൻ്റെ ആശീർവാദവും ഉണ്ട് അതിനെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ശ്രമം അങ്ങനെയാണ്. അതായത് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന, ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നവരെ നേരെ വിരുദ്ധമായി അവർ അതിൻ്റെ ആളുകളാണ് എന്ന് വരുത്താനുള്ള ശ്രമം. നേരത്തെ നമ്മൾ പറഞ്ഞു, രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസിനെ മുന്നേറ്റാനുള്ള ശ്രമം
ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ലോക്സഭയിൽ അല്ല രാജ്യസഭയിൽ മോദി സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്ന, കൃത്യമായി ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന, കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക സമീപനത്തെക്കുറിച്ച് കൃത്യമായി കണക്കുകൾ ഉദ്ധരിച്ച് തുറന്നു കാട്ടുന്ന, നിർമ്മല സീതാരാമനെ വെള്ളം കുടിപ്പിക്കുന്ന ജോൺ ബ്രിട്ടാസിനെ ടാർഗറ്റ് ചെയ്യേണ്ട സംഘപരിവാറിന്റെ ദൗത്യം കോൺഗ്രസ് നേതാക്കൾ കൂടി എംപിമാർ കൂടി ഏറ്റെടുക്കുന്നു. അവർ അദ്ദേഹത്തെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അവരുടെ മോദിക്കും പിണറായിക്കും ഇടയിൽ പാലമാണെന്ന് പറയുന്നു. രണ്ട് ഗവൺമെന്റുകൾ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ, ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിനും ഇടയിലെ പാലമാകാനുള്ള സ്വാഭാവിക ഉത്തരവാദിത്വം ഒരു രാജ്യസഭ നിർവഹിച്ചാൽ അതിനെ എത്ര നിഷേധാത്മകമായാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതായത് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി, കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ വേണ്ടി സംഘപരിവാറിനെ പീഡിപ്പിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം മൃദുവാക്കി സ്വയം എഴുത്ത് തലയിൽ അണിഞ്ഞാലും വേണ്ടില്ല, പിണറായി വിജയനെയും CPM-നെയും ഇടതുപക്ഷത്തെ മൊത്തത്തിലും കളങ്കിതമായി ചിത്രീകരിക്കണം. അതാണ് ഈ അജണ്ടയുടെ എല്ലാം ആകത്തുക. നമ്മൾ പണ്ട് പറയുമല്ലോ, നാട്ടുംപുറങ്ങളിലും ഒക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, ആങ്ങളെ ചെത്താനും വേണ്ടില്ല, നാത്തൂനെ കണ്ണീർ കണ്ടാൽ മതിയെന്ന്. അതിൻ്റെ പുതിയ കാല പൊളിറ്റിക്കൽ വേർഷനാണ് കോൺഗ്രസും UDF-ഉം നടത്തുന്നത്, ലീഗും എല്ലാം ചേർന്ന് നടത്തുന്നത്. സംഘപരിവാറിനോടുള്ള സമീപനം എത്ര മൃദുവാക്കി മാറ്റിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചാലും വേണ്ടില്ല, അവർക്ക് ജയിക്കാൻ വേണ്ടി വോട്ട് മറിച്ച് കൊടുത്താലും വേണ്ടില്ല, പിണറായി വിജയനെയും CPM-നെയും ഇടതുപക്ഷത്തെയും LDF സർക്കാരിനെയും മോശമാക്കിയാൽ മതി. അതുവഴി ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ മതി. ഈ അജണ്ട കോൺഗ്രസിന് ഗുണം ചെയ്യില്ല, നമ്മുടെ സംസ്ഥാനത്തിന് ഗുണം ചെയ്യില്ല, ദേശീയ തലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കും ഗുണം ചെയ്യില്ല, കേരളത്തിനും ഗുണം ചെയ്യില്ല. പിന്നെ ആത്യന്തികമായി നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ക്രമത്തിന് ഒരു മിനിമം അന്തസ്സും മര്യാദയും ഉണ്ടല്ലോ, അതിന് തീരെ ഗുണം ചെയ്യില്ല. എന്തൊക്കെ തരത്തിലുള്ള ആശയപരമായ ഭിന്നതകളും വിയോജിപ്പുകളും പുലർത്തുമ്പോഴും ജനാധിപത്യപരമായ ധാർമ്മികമായ മര്യാദ പരസ്പരം സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഐക്യകേരളം രൂപപ്പെട്ടതിനു മുമ്പ് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ സ്വീകരിച്ചു പോരുന്ന രാഷ്ട്രീയ സമീപനമാണ്. അതിൽ വെള്ളം ചേർത്തുകൊണ്ട്, അത് പാടെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് തന്നെ ഗീബൽസിയൻ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാവുകയാണെങ്കിൽ അത് അവരുടെ തന്നെ വലിയ പതനത്തിനായിരിക്കും കാരണമാവുക. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട BJP നേതാവ് VV രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചു എന്ന തരം പ്രചരണം ഇന്ന് ഉച്ച മുതൽ സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒരു വിഭാഗം ദൃശ്യമാധ്യമങ്ങൾ സജീവമായി വന്നു. ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വന്നത് എന്ന് വ്യക്തമാണ്. കനകോലുവിൻ്റെ സിദ്ധാന്തം പേറുന്ന ആളുകൾ വളരെ പെട്ടെന്ന് പ്രചരിപ്പിച്ച ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം LDF-ഉം ഇവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു, അവർ സഹായിച്ചിട്ടാണ് ഇവർ വന്നത് എന്ന കള്ളപ്രചാരണം നടത്തുന്നുണ്ടല്ലോ. അവർ സഹായിച്ചിട്ട് നേരെ തിരിച്ച് ഇവരാണ് സഹായിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ അനുബന്ധമായി പറയുകയാണ്. എന്നിട്ട് രാജേഷ് മേയറായപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച് അഭിനന്ദിച്ചിരിക്കുന്നു, ഇങ്ങോട്ട് വരാൻ ക്ഷണിച്ചു, ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലേക്കോ വരാൻ ക്ഷണിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള രാജേഷെ, ആ വാർത്ത കണ്ടാൽ തന്നെ അതിന് ഒരു നെഗറ്റീവ് സ്വഭാവം പെട്ടെന്ന് മനസ്സിലാവും. രാജേഷേ, ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ, മേയറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകണല്ലേ, അഭിനന്ദനം എന്ന് പറയുന്ന സാധാരണ വായിക്കുന്ന ആളുകൾക്കോ ഇത് ശരിയാണല്ലോ, ഇവരൊക്കെ ഒന്നാണല്ലേ എന്ന് തോന്നിക്കുന്ന, നേരത്തെ പറഞ്ഞ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പ്രധാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പാർട്ടിയെ സംഘപരിവാറിൻ്റെ ആളുകളാക്കുന്ന ഇവരൊക്കെ ഒന്നാണ് എന്ന് ആളുകൾക്ക് വിശ്വസിക്കാൻ പാകത്തിലുള്ള, എന്നിട്ട് മുഖ്യമന്ത്രി ഓഫീസ് കൃത്യമായി വിശദീകരിക്കേണ്ടി വന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ PA നമ്പറിലേക്ക് രാജേഷ് വിളിച്ചു, CM-നെ കണക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ മേയറാകാൻ പോകുകയാണെന്ന് പറഞ്ഞു. CM അപ്പോൾ ഫ്രീ അല്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും പിന്നീട് തിരിച്ചു വിളിച്ചു. അപ്പോൾ രാജേഷ് സംസാരിച്ചു. അത് ഒരു സ്വാഭാവികമായ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ അഭിനന്ദിച്ചു. അത് സ്വാഭാവികമല്ലേ, അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. വിളിച്ച് അഭിനന്ദിച്ചു, വരാൻ ക്ഷണിച്ചു എന്ന് പറയുന്നതും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വരുത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഈ കാര്യങ്ങൾ. അതാണ് കാര്യം.